കാലടിയപ്പ ശരണം. നമ്മുടെ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഈ വരുന്ന 29-ാം തീയതി ഇവിടെ കൊടിയേറ്റോടു കൂടി ആരംഭിക്കുകയാണ്. നമ്മളുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഉത്സവങ്ങൾ 3 തരത്തിലാണ് കേരളത്തിൽ ആചരിച്ചു വരുന്നത്. ഒന്ന് പടഹാദിയായിട്ടുള്ള ഉത്സവങ്ങൾ, ധ്വജാദി ആയിട്ടുള്ള ഉത്സവങ്ങൾ, അങ്കുരാദി ആയിട്ടുള്ള ഉത്സവങ്ങൾ. ഈ 3 എണ്ണങ്ങളെന്ന് പറയുമ്പോൾ പടഹാദിയായിട്ടുള്ള ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും മറ്റ് അനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ എന്നാൽ എല്ലാ ഗാംഭീര്യത്തോടും കൂടി കുറേ ആനകളുടെ എഴുന്നള്ളിപ്പും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അതിൻ്റേതായ ഒരു ചിട്ടവട്ടങ്ങളോട് കൂടി, എന്നാൽ അധിക തരത്തിലുള്ള നമ്മളുടെ പൂജാതി കർമ്മങ്ങൾക്ക് വളരെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇതിൽ രണ്ടാമത് വരുന്നത് ധ്വജാതി. നമ്മൾ ധ്വജം പൊക്കി, അതായത് നമ്മളുടെ കൊടിക്കൂറ പൂജിച്ച് ക്ഷേത്രത്തിന് മുമ്പിൽ വച്ചിട്ടുള്ള ഉത്സവങ്ങളാണ്. മൂന്നാമത്തേതാണ് അങ്കുരാദിയായിട്ടുള്ള ഉത്സവം. നവധാന്യങ്ങൾ ഈ നമ്മളിപ്പോൾ ഈ കൊടിയേറ്റിന് മുൻപായിട്ട് നവധാന്യങ്ങൾ അകത്ത് മുളയറയിൽ വെച്ച് പൂജിച്ച് അതിനുശേഷം അത് പാകി അത് മുളച്ച് 8-ാം ദിവസം ഭഗവാനെ കണി കാണിക്കുന്നത് ഈ ഈ അങ്കുരമായിട്ടുള്ള, അതായത് മുളച്ച് പൊങ്ങിയിട്ടുള്ള ആ മുള കൊണ്ടുള്ള ഒരു ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കണിയായിട്ട് കാണിക്കുക ഭഗവാനെ. അതാണ് ആറാട്ടിൻ്റെ അന്ന് ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒന്നാണ്. അത് നോക്കി തന്നെ നമുക്ക് ഓരോ ധാന്യങ്ങളും പൊട്ടി മുളച്ചിട്ടുള്ളതിൻ്റെ ഒരു വിധി അനുസരിച്ച് തന്നെ നമുക്ക് ഉത്സവം എത്ര കേമായെന്നും അല്ലെങ്കിൽ ഭഗവാൻ അത് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് ജ്ഞാനികളായിട്ടുള്ള കുറേ ആളുകൾക്ക് അതൊക്കെ പറയാൻ സാധിക്കും, തന്ത്രിമാർക്ക് പറയാൻ സാധിക്കും. ഇവിടെ തന്ത്രം നമ്മളുടെ രാമേട്ടനാണ്, കിടങ്ങാശ്ശേരി രാമേട്ടനാണ്. അദ്ദേഹം ഇപ്പോൾ അധികമായിട്ട് വരുന്നില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രതിനിധി പുത്തില്ലം മഹേഷ് നമ്പൂതിരി ആണ് നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, താന്ത്രികമായിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ തവണ ശബരിമല മേൽശാന്തിയായിട്ട് 1 വർഷക്കാലം അവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഉത്സവം കൂടിയാണ് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ എന്നുകൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരും, എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവാദി ചടങ്ങുകളിൽ ദിവസവും പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്നുകൂടി വിനയപുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. കാലടിയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ വരുന്ന ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 ആറാട്ടോടുകൂടി അവസാനിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ഒപ്പം നടത്തുന്നത്. കൊടിയേറ്റ് ബുധനാഴ്ച 29-ാം തീയതി ബുധനാഴ്ച രാത്രി 8:30 ബ്രഹ്മശ്രീ തരണനല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് അവരുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം കൊടിപ്പുറത്ത് വിളക്കിൽ അന്നത്തെ വഴിപാടുകളെല്ലാം സമർപ്പിക്കുന്നത് ക്ഷേത്ര കലാസ്വാദക സമിതിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്താർച്ചന, നാട്ടരങ്ങ്, ക്ലാസിക്കൽ ഡാൻസ്, അതോടൊപ്പം തന്നെ സംഗീത കച്ചേരി, പ്രഭാഷണങ്ങൾ എന്നിവ ആണ് പ്രധാനപ്പെട്ട പരിപാടികൾ. കൂടാതെ വലിയ വിളക്ക് ദിവസമായ ഫെബ്രുവരി 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ നാദസ്വര സേവ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പഞ്ചാരിമേളം ഉണ്ടാവും. കേരളത്തിലെ അറിയപ്പെടുന്ന വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളമാണ് വലിയ വിളക്കിന് ഒരുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വൈകുന്നേരം നഗര പ്രദക്ഷിണ മഹാശോഭയാത്ര. തീർച്ചയായിട്ടും കാലടിയിലെ തിരുവുത്സവം ഭഗവാൻ
കാലടിയിലെ മുഴുവൻ സജ്ജനങ്ങളെയും കാണുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ഒരു വലിയ ചടങ്ങായിട്ടാണ് ഈ മഹാശോഭയാത്ര ഉള്ളത്. വൈകുന്നേരം ഒരു 4:30 ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പുത്തൻകാവിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം 3 ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും നിശ്ചല രൂപങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി, പൂത്താലങ്ങളുടെയും അകമ്പടിയോടുകൂടി കാലടി ടൗൺ ചുറ്റി ആശ്രമം റോഡ് വഴി ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേരും. തുടർന്ന് മഹാദീപാരാധന, അതിനുശേഷം പള്ളിക്കുറുപ്പ്, പള്ളിവേട്ട തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെല്ലാം നല്ല കേരളത്തിലെ അറിയപ്പെടുന്ന മേള വാദ്യ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ആറാട്ട് നാട്ടിലെ തിരുത്സവം കാണാനെത്തുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുത്സവത്തിൽ ഭാഗഭാക്കാവാൻ എത്തുന്ന എല്ലാ സജ്ജനങ്ങൾക്കും, ആയിരക്കണക്കിന് ഭക്തന്മാരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും വിശേഷാൽ ആറാട്ട് സദ്യ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 5-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ ആറാട്ട് സദ്യ ആരംഭിക്കുന്നതാണ്. ഇവിടെ എത്തിച്ചേരുന്ന, ഭഗവാന്റെ തിരുത്സവത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേരുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധങ്ങളായ കൗണ്ടറുകൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കാപ്പിളി ശ്രീകുമാർ നമ്പൂതിരിയുണ്ട്, അദ്ദേഹം പറയുന്നതായിരിക്കും. ശരണം. തൃക്കാലടിയപ്പൻ ഇവിടെ ഈ ഉത്സവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പം 2 പേര് സംസാരിച്ചു കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഉണ്ടല്ലോ. തൃക്കാലടിയപ്പൻ എന്ന് പറഞ്ഞാൽ ശ്രീ ആദിശങ്കര കുലദേവതാ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തേക്ക് തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ കാലടി വരുന്നവരെല്ലാം തൃക്കാലടിയപ്പനെ വന്ന് വന്ദിച്ചു പോകാനുള്ള പ്രധാന കാരണം ശങ്കരാചാര്യരെ പൂജ ചെയ്ത, പുഴയുടെ ഗതി മാറ്റിയപ്പോൾ താണുപോയ വിഗ്രഹം പൊക്കിയെടുത്ത് ശങ്കരാചാര്യ കൈകൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹം, ആ ഒരു പ്രതീതി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു അനുഭൂതി, അതാണ് ഇവിടെ തീർത്ഥാടകരെ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഈ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് കാണാം വളരെ മാറ്റങ്ങൾ. ഭക്തജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി നമുക്കിവിടെ നടപ്പന്തൽ, തെക്കേ നടപ്പന്തൽ ഈ വളരെ 2 മാസം മുമ്പാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഓരോ മിനിറ്റ് വെച്ച് നമുക്ക് വളർച്ച, ഭക്തജനങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വളർച്ചയുടെ എല്ലാം പിന്നിൽ മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. അത് ഇനിയും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവത്തിൻ്റെ ചുരുങ്ങിയ വിവരങ്ങൾ, ഓരോ ദിവസത്തെ പ്രോഗ്രാം എന്താണെന്നുള്ളതിൽ വിശദീകരിക്കാം. ഇവിടെ 29-ാം തീയതിയാണ് കൊടിയേറ്റ്. രാത്രി 8:30 മണി സമയമാണ്. അന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് പ്രഭാഷകൻ. കൃത്യം 8:30 ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. അടുത്ത ദിവസം പ്രധാന ഉത്സവത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാന ദിവസമാണ് കൊടിപ്പുറത്ത് വിളക്ക് എന്ന് പറയുന്നത്. അന്ന് ആനപ്പുറത്ത് എഴുന്നള്ളത്തുണ്ടാവും. അന്ന് രാവിലെ എല്ലാ ദിവസവും രാവിലെ ഹരിനാമകീർത്തനവും ശ്രീമദ് ഭാഗവത പാരായണവും ഇവിടെ എല്ലാ ദിവസവും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഒരു 8:30 മുതൽ ശീവേലി എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം. അന്ന് വൈകിട്ട് ഒരു സംഗീത കച്ചേരിയാണ് പരിപാടി. രാത്രി ദീപാരാധനയ്ക്ക് ശേഷം 6:45 സംഗീത കച്ചേരി ആരംഭിക്കും. കുമാരി മാളവിക മനോജാണ് സംഗീത കച്ചേരി നടത്തുന്നത്. 3-ാം ദിവസത്തെ ഉത്സവം, അതായത് ജനുവരി 31 ശീവേലി എഴുന്നള്ളിപ്പ് രാവിലെ 9. അന്ന് വൈകിട്ടത്തെ പ്രധാന സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് കാലടി ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ നൃത്ത സന്ധ്യയാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ശ്രീകൃഷ്ണ കഥാമൃതം എന്ന ഒരു ഐറ്റം കൂടെ ഒരു പ്രാധാന്യമായിട്ട് ആ നൃത്തസന്ധ്യയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അന്ന് ശങ്കര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പരിപാടിയാണ്. അടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 1 രാവിലെ 9 ശിവേലി എഴുന്നള്ളിപ്പ്. അന്ന് വൈകിട്ട് നൃത്യങ്ങൾ, അത് ആദിത്യ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് മാണിക്യമംഗലം അവതരിപ്പിക്കുന്ന നൃത്യങ്ങളാണ് സ്റ്റേജ് പ്രോഗ്രാം. അത് കഴിഞ്ഞാൽ 7 മണി മുതൽ ഈ ഡാൻസ് ഒരു 5:30 ആകുമ്പോൾ തുടങ്ങും. 7 മണി മുതൽ ഈ നാട്ടിലെ വിവിധ കലാകാരന്മാരെ അവതരിപ്പിക്കുന്ന നാട്ടരങ്ങ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അന്ന് 9 മണി മുതൽ വിളക്കിനെഴുന്നള്ളിപ്പ്. അടുത്ത ദിവസം
ഫെബ്രുവരി 2 ഞായറാഴ്ച രാവിലെ ശിവേലി, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാലടി ശ്രീ ശാരദാംബ ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്താർച്ചനയാണ് അന്നത്തെ പരിപാടി. അടുത്ത ദിവസം ഫെബ്രുവരി 3 തിങ്കളാഴ്ച രാവിലെ എഴുന്നള്ളിപ്പ്. അത് കഴിഞ്ഞ് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കഥകളി അവതരിപ്പിക്കുന്നത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുട. കഥ കുചേലവൃത്തം. അടുത്ത ദിവസമാണ് വലിയ വിളക്ക്. ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും, വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതാണ് വലിയ വിളക്ക് എന്ന് പറയുന്നത്. അന്ന് രാവിലെ പതിവ് പോലെ ഭാഗവത പാരായണം, വൈകിട്ട് ഒരു 9 മണിക്ക് രാവിലെ ശിവേലി എഴുന്നള്ളിപ്പ്. അന്ന് 3 ഗജവീരന്മാരാണ് നിരക്കും. അന്ന് മേളം, സേവ, സ്പെഷ്യൽ നാദസ്വരമുണ്ട്. നാദശ്രീ കാവാലം, ബിജീഷ് കുമാരൻ പാർട്ടി, പിന്നെ സ്പെഷ്യൽ തകല്, അങ്ങനെ സേവാ പരിപാടി. പഞ്ചത് കഴിഞ്ഞ് സർവശ്രീ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും സംഘോധരിപ്പിക്കുന്ന പഞ്ചാരിമേളം. വൈകിട്ട് 4 മണിക്ക് ഇവിടുന്ന് പുത്തങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടുള്ള മഹാശോഭയാത്ര. 100 കണക്കിന് താലങ്ങളുണ്ടാകും, താളമേളങ്ങളുണ്ടാകും, വിവിധ കലാരൂപങ്ങളുണ്ടാകും, നാടൻ രൂപങ്ങളുണ്ടാകും. അങ്ങനെ വളരെ ആഘോഷപൂർവ്വം നമ്മൾ ഭഗവാനെ നഗരം കാണിക്കൽ പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാലടി ജംഗ്ഷൻ വഴി ഇങ്ങനെ ആശ്രമം റോഡ് വഴി തിരിച്ചെഴുതാണ്ട് ദീപാരാധന സമയത്തോടുകൂടി തിരിച്ചെത്തുന്നു. അതാണ് ഏറ്റവും ആകർഷകമായ പരിപാടി ഉത്സവത്തിൻ്റെ. 100 കണക്കിനല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻ്റെ 200-250 താലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. അപ്പോൾ അതാണ് പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിവേട്ടയാണ്. വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ പള്ളിവേട്ട ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നള്ളിച്ചിട്ട് ഈ ശൃംഗേരിയുടെ അവിടെ അപ്പുറത്ത് ഒരു വെച്ചിട്ടാണ് പള്ളിവേട്ടയുടെ ചടങ്ങുകൾ നടത്തുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിക്കും. അതാണ് അന്നത്തെ പരിപാടി. വലിയ വിളക്കിൻ്റെ പരിപാടി അതോടെ സമാപിക്കും. അടുത്ത ദിവസം ആറാട്ടാണ്. അന്ന് രാവിലെ 9 മണിക്ക് ആറാട്ട് കടവിൽ, ഇവിടെ മുതൽക്കടവിലാണ് ആറാട്ട്. അത് കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞാൽ ഭഗവാൻ എഴുന്നള്ളിച്ച് ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരിക്കും. പിന്നെ അതിൻ്റെ മുമ്പിൽ കൊടിക്കയിൽ പറ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. കുറേയേറെ പറകളുണ്ടാകും. ആ സമയത്ത് ഇവിടെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഒരു ഭക്തി ഗാനമേളയുണ്ട്. പാട്ടിൽ തേൻകണം പുല്ലുവഴിക്കാരാണ്, അവരുടെ ഒരു സംഗീത സദസ്സ് ഭക്തി ഗാനമേളയാണ്, അതുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ 12 മണി മുതൽ ഇവിടെ ആറാട്ട് സദ്യ. ഇത് നമ്മളിവിടെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുപാടുള്ള ഓഫീസ്, പോലീസ് സ്റ്റേഷന്, പഞ്ചായത്ത്, KSEB, അതുപോലെ തന്നെ ആശ്രമം, സ്കൂള്, ഇത് കാലടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ നമ്മൾ ഈ ആറാട്ട് സദ്യയിലേക്ക് ഭാഗമാക്കാൻ നമ്മൾ സ്നേഹാദരങ്ങളോട് അവരെല്ലാം പ്രത്യേകം കത്ത് കൊടുത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ എല്ലാ പത്രപ്രവർത്തക സുഹൃത്തുക്കളും അന്നിവിടെ എത്തണം, ഞങ്ങളോടൊപ്പം ഈ ആറാട്ട് സദ്യയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഇവിടെ ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ. അന്ന് വൈകിട്ട് ഒരു ബാലയുണ്ട്. ബാലെ ദേവകീർത്തനം, കൊല്ലം കൃഷ്ണശ്രീ അവതരിപ്പിക്കുന്ന ബാലെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായിരിക്കും. അതോടുകൂടി ഉത്സവ പരിപാടികൾ സമാപിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ആചാര്യസ്വാമികളുടെ, അതായത് ശ്രീ ശങ്കരാചാര്യരുടെ കുലദൈവത ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ പല ഭാഗത്തുള്ളവരും വളരെ അധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ഉത്സവമാണ് കാലടിയിലെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം. ധാരാളം ഭക്തജനങ്ങൾ നാടിൻ്റെയും മറുനാടിൻ്റെയും പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടെ പൂജാതി കർമ്മങ്ങളിലൊക്കെ അവർ സ്ഥിരമായി പങ്കെടുക്കുന്നു. പിന്നെ നമുക്കുള്ള മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇവിടെ ഈ 8 ദിവസവും ഉത്സവം നടക്കുന്ന 8 ദിവസവും ഇവിടെ 2 നേരവും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും അന്നദാനം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും ഏതാണ്ട് 1000-ഓളം ആളുകൾ, അതുപോലെ ആറാട്ട് സദ്യയ്ക്കാണെങ്കിൽ ധാരാളം ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കുന്ന ഒരു മഹാപ്രസാദ ഊട്ടാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ അതിന് പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട മറ്റുള്ള പ്രത്യേകതകൾ. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. എല്ലാവരും നെറ്റിൻ്റെ അന്ന് കൊടിക്കൂറ പൂജിച്ച് ശ്രീ വിജയൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് അത് പൂജിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കൃത്യം വൈകുന്നേരം 6 മണിക്ക് അത് തുടങ്ങും. അതിന് എല്ലാ ഭക്തജനങ്ങളും അവിടെ എത്തിച്ചേരുന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട, അത് ഇവർ പറയാൻ വിട്ടുപോയതാണ്, അതും കൂടെ ഇതിനകത്ത് ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. വേറെ